നമ്മൾ പുതിയതായിട്ടൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോയി കഴിഞ്ഞാലോ അവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസുകളായിട്ടൊക്കെ ഇടുന്ന ആളുകളാണ് പലപ്പോഴും. അത് നമ്മൾ 90% ആളുകൾ അത്തരത്തിലാണ്. എന്നാൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാത്ത കുറച്ച് ആളുകളുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഒരു 10% ആളുകൾ മാത്രമേ അത്ര ആളുകൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു ലോ പ്രൊഫൈൽ അവർ കീപ്പ് ചെയ്യുന്നത്? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഹായ് ഗായ്സ്, എൻ്റെ പേര് സേതുലാൽ. ഞാൻ നിങ്ങളുടെ ലൈഫ് അടിപൊളിയാക്കാവുന്ന കുറച്ച് ഫിനാൻസ് ടിപ്പുകൾ, അതുപോലെ തന്നെ റിയൽ ലൈഫ് സ്റ്റോറികൾ, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണിത്. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീട്ടിലേക്ക് കടക്കാം എന്താണെന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു സാധനം പുതിയതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലൈക്കുകൾ, കമൻറ്റുകൾ, ഷെയറുകളും പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിന് നമ്മൾ സാധാരണ സൈക്കോളജി പരമായിട്ട് ഡോപ്പമിൻ റഷ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഡോപ്പമിൻ റഷ് നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് മിക്കവാറും 90% ആളുകളും ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോപ്പമിൻ റഷ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആളുകളൊക്കെ എന്ത് ചെയ്യും? കൂടുതൽ സാധനങ്ങൾ വില കൂടുന്ന രീതിയിലോ അല്ലാത്ത രീതിയിലോ വാങ്ങിച്ച് കൂട്ടാൻ വേണ്ടി പലപ്പോഴും പ്രേരിപ്പിക്കപ്പെടും. അതൊരു ലൂപ്പാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ ഒരു ചെറിയൊരു സാധനം വാങ്ങിച്ച് ഓക്കെ അതെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് ചുറ്റിലുള്ള ആളുകൾ അതിന് മുകളിലൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അതിന് മുകളിൽ നമ്മുടെ ഓപ്പോണൻ്റ് ആയിട്ടുള്ള ആളുകളുടെ മുകളിൽ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ ഇത് ലൂപ്പായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെടും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി പരമായിട്ട് പറയുന്നത്. എന്നാൽ ഈ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന ലൂപ്പിൽ പെടുന്നില്ല. കാരണം അവർക്ക് ആരുമായിട്ട് കോമ്പറ്റീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനമുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നവർക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇതാണ്: കോമ്പറ്റീഷൻ ഉണ്ടാകത്തില്ല. നമുക്ക് ഉണ്ടാവില്ല മീൻസ് ഈ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഷോ ഓഫ് ചെയ്യുന്ന കോമ്പറ്റീഷൻസ് ഒരിക്കലും നമ്മൾക്കിടയിൽ ഉണ്ടാകത്തില്ല. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ, അങ്ങനത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് എൻ്റെ സുഹൃത്ത് ഒരു ഐഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഐഫോൺ എനിക്കും വാങ്ങിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. എൻ്റെ സുഹൃത്തൊരു കാറ് വാങ്ങിച്ചു അല്ലെങ്കിൽ എൻ്റെ അയൽവാസി ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അതേ കാറോ അല്ല അതിന് മുകളിലുള്ളൊരു കാറോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കപ്പെടും. എന്തിന്? ഷോ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ലൂപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ലൂപ്പുകളാണ് പലപ്പോഴും ആളുകളെ കടക്കണിയിലേക്ക് ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു സൈക്കോളജി പരമായിട്ടായാലും ഫൈനാൻസ് പരമായിട്ടായാലും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ ആ ഒരു പ്രശ്നത്തിൽ പെടുന്നില്ല യഥാർത്ഥത്തിൽ. അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്ന സൈക്കോളജി പരമായിട്ടും മറ്റു പഠനങ്ങളും പറയുന്നത്. അതായത് നമ്മൾ ഒരുപാട് ഷോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു ഐറ്റം, ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും. ആ സമയത്ത് അതിൻ്റെ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, ആ ടൈം ലൈൻ വരെ ആ സൗഹൃദങ്ങളും ആ ആളുകളും നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകൾ ആരും ഉണ്ടാകത്തില്ല. അതാണ് ഈ ഷോ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ലോണൊക്കെ എടുത്ത് ഐഫോണുകൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാം. ഈവൻ അതിൻ്റെ ഒരു അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ ആ ഒരു നമ്മളുടെ ഷോപ്പ് കണ്ട് നമ്മളിലേക്ക് വരുന്ന ആളുകൾ ആരും നമ്മളെ കൂടി ഉണ്ടാകത്തില്ല. അതൊരു വലിയൊരു ട്രാപ്പാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. ഈ ഷോപ്പിൻ്റെ ഏറ്റവും ഒരു ട്രാപ്പാണ് ഈ പറയുന്ന ഒരു യഥാർത്ഥമായിട്ടുള്ള ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത്. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ജോസഫ് ഹെല്ലർ എന്ന് പറയുന്നൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ എനിക്കുണ്ടെന്നുള്ളത്. അതായത് ഇനഫ്, മതി എന്ന് പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വാങ്ങിക്കുക. അധികം ഷോ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളും വരുന്നില്ല. ഫൈനാൻഷ്യൽ എന്ത് സംഭവിക്കുന്നില്ല, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും വരുന്നില്ല. അതായത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു ചെറിയ എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ എത്രത്തോളം വാലിഡിറ്റി എന്ന് അറിയത്തില്ല. മൊബൈൽ ഫോണുകൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് എല്ലാ കാലത്തും ഉപയോഗം സെയിം തന്നെയാണ്. പക്ഷേ മൊബൈലുകൾക്ക് വില കൂടുന്നത് അതിനനുസരിച്ചുള്ള അതിലെ എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ ക്വാളിറ്റിക്ക് അതിനൊക്കെ അനുസരിച്ചാണ്. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത്രയും വലിയൊരു ഫോൺ നമുക്ക് ആവശ്യമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്രയും വലിയൊരു ഗാഡ്ജറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ടോ, അത് നമ്മുടെ ഫൈനാൻസിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് ശ്രദ്ധിക്കാതെയാണ് ഈ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഷോ ഓഫ് ചെയ്യുന്ന ആളുകൾ
ചിന്തിക്കാത്തത്. അതായത് എന്താണ് സംഭവിക്കുന്നുള്ളത് ഈ ഷോ ഓഫ് ചെയ്യുന്നവർ ഒരിക്കലും ചിന്തിക്കത്തില്ല. പക്ഷെ എന്തായിരിക്കും, നമുക്ക് മതി എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഡിസിപ്ലിൻ ഉണ്ടാകത്തുള്ളൂ. ഈ ഇത്തരത്തിൽ ഒരു ഷോ ഓഫിനൊക്കെ എതിരെ പറയുകയാണെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇനഫ് എന്ന് പറയാൻ വേണ്ടി പഠിക്കണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ഷോ ഓഫുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഷോ ഓഫുകൾ പലപ്പോഴും നമുക്ക് കുറച്ച് കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ നമ്മൾക്ക് ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവുമെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് കാറില്ലാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരോട് ഇപ്പോൾ ഇൻ കേസ് വേറൊരു റീസൺ ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരോട് സംസാരിക്കും. എടാ ഞാനിങ്ങനൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും അതെ, നമ്മൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ സംഭാഷണങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ് പലപ്പോഴും നടക്കാറില്ല. നമ്മൾ ഷോ ഓഫ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾക്ക് അവിടെ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ വേറെ നിങ്ങൾ എവിടെയാണ് ഉള്ളതിനെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കാനുള്ള വേറെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലില്ല. മൊബൈൽ ഫോണില്ല, ക്യാമറ ഇല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ യാത്ര നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഷോ ഓഫ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മിക്കവാറും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതുണ്ടായിരിക്കും കൂടുതൽ ചിത്രങ്ങളായിരിക്കും, അവരുടെ ചിത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ചിത്രങ്ങളായിരിക്കാം. പക്ഷേ അവിടെ കൂടുതൽ അത് രണ്ട് മീനിങ് ഉണ്ട് കേട്ടോ. അത് മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ആ ഒരു മെമ്മറി ആളുകളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ താൻ പോയ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫോണുകളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു യാത്ര പോകാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അത്തരം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഷോ ഓഫ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഷോ ഓഫുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഷോ ഓഫ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ കുറച്ച് പഠനങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചതെന്തെങ്കിലും ഹെൽപ്പ് തോന്നുവാണെങ്കിൽ ഷോ ഓഫ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളായിട്ട് പുതിയ അപ്ഡേറ്റ്സുകൾ അറിയുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്, ബൈ.